ഇതൊന്ന് പിടിച്ചതാക്കാൻ ഉടനെ അവിടെ പോയി അവിടെ നോക്കി അകത്ത് പോയി അങ്ങ് ഇരുന്നോണം. എല്ലാരും വിചാരിക്കും മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരുവാന്ന്. പച്ചക്കറി അല്ല, 2 വർഷം മുമ്പ് ഇവനെ ഞാൻ ഗൾഫിലൊന്ന് വിട്ടു. അവിടുന്ന് അലക്കാതുള്ള തുണിയും നാട്ടിക്കൊണ്ട് അലക്കാൻ ഇങ്ങോട്ട് വന്നേടാ. ഞാൻ ചോദിക്കട്ടെ, ഗൾഫിലൊന്നും വെള്ളമില്ലയോ? അവിടെ മൊത്തം മരുഭൂമി അല്ലയോ? മരുഭൂമിയാണെങ്കിൽ അവിടെ ഇട്ട് ആ മണലിനകത്തിട്ട് നിനക്കൊന്നും ഉരയ്ക്കാമല്ലോ. ആ പന കയറിട്ടൊക്കെ വന്നിട്ട് എപ്പം കഴിവാനോ ഇതൊക്കെ? അപ്പൊ അവിടെ എങ്ങനെയാ കക്കൂസി പോകുന്നതൊക്കെ എങ്ങനെയാ? പേപ്പറിന്റെ പരിപാടിയാ. ഇവിടെ വായിക്കാൻ മനുഷ്യന് പേപ്പർ തികയുന്നില്ല. ഉടനെ ആ പേപ്പർ അവിടുത്തെ പരിപാടി ചെയ്യുക. അങ്ങനെ എന്തോ വെറുതെ എടുത്തിട്ട് അടിക്കുക. വെറുതെ അങ്ങ് അച്ഛനായിരുന്നു. എന്താ തെറ്റ് കാണിച്ചാലും കേരള ലോട്ടറി പോലെ എന്റെ അച്ഛൻ. എന്തുവാ അടിക്കത്തില്ല. എന്തുവാടാ? നമ്മളാ വടക്കേലെ മഹേഷിന് എത്ര വയസ്സുണ്ടമ്മ? മഹേഷ് നിന്നേക്കാളും ഇളയതാ മോനെ. അവൻ വരെ കല്യാണം കഴിച്ചല്ലോ അമ്മ. എന്നെ ഒന്ന് കെട്ടിക്കമ്മ. നിന്റെ കല്യാണം ഞാൻ തീരുമാനിക്കുമ്പോഴേ നടക്കുള്ളൂ. അന്നേരം നടത്തിയാ മതി. ഓ, ഇപ്പൊ മഹേഷ് കല്യാണം കഴിക്കുന്നതിന് പോയി ഇയാള് കല്യാണം കഴിക്കാനിരിക്കോ? ചെവിക്കല്ലി ഞാൻ അടിച്ചാൻ കേട്ടോ. പറഞ്ഞില്ലെന്ന് ഞാൻ വേണ്ട. മര്യാദ ജോലിയൊക്കെ ഞാൻ ഇപ്പൊ ഗൾഫിലൊക്കെ പോയി എനിക്ക് ജോലിയൊക്കെ ആയതല്ലയോ? നിന്നോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്പിളിയുടെ മോള് ജലജയമായിട്ടുള്ള വിവാഹം നീ ഓർക്കണ്ട, നടത്തി തരത്തുമില്ല ഞാൻ. അവക്കെന്തോ കുഴപ്പം? അവക്കെന്തുവന്ന് കുഴപ്പമെന്നോ? കുഴപ്പമേ ഉള്ളൂ. ആ കുടുംബക്കാരെ നിനക്കറിയാമോ എന്തുവന്ന്? അവരെന്താ ചെയ്ത്? അമ്പിളിയുടെ ഭർത്താവ് എവിടാടാ? എവിടെ കിടക്കുന്നത്? ജയിലിൽ കിടക്കുന്നത്. എന്ത് തെറ്റ് ചെയ്താൽ ജയിലിൽ കിടക്കുന്നത്? ആനയുടെ തുമ്പിക്കുള്ള സ്പിരിറ്റ് കടത്തി. ആണോ? ആ കുടുംബത്തോടാണോ നീ ചെന്ന് കയറാൻ പോകുന്നേ? അവിടെ നിന്നാണ് ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാൻ പോകും. അയ്യോ, അമ്പിളിയുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തില്ല. ആനയില്ലേ തെറ്റ് ചെയ്ത്? നമ്മുടെ കുടുംബമാകുന്ന അത് എന്നാലും അമ്മക്കൊരു കുഞ്ഞിക്കാലി കാണണ്ടേ? ഓ, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ട്. അവിടെ പോയി ഇഷ്ടംപോലെ കുഞ്ഞിക്കാലി ഞാൻ കണ്ടോളാം. അതല്ല, എന്നാലും അമ്പിളിയുടെ കുഞ്ഞിക്കാലി എനിക്ക് വേണ്ട. എനിക്ക് കാണുവാൻ വേണ്ട അമ്പിളിയുടെ മോടെ. ഇങ്ങോട്ട് വന്നേ. ഇവിടെ വാ. ഇതെന്തുവാ ഇത്? എന്തുവാ? എന്റെ ചെറിയെന്ന് കാണിച്ചേ. എന്തുവാടാ മഞ്ഞിച്ചിരിക്കുന്നത്? എന്തുവാ മഞ്ഞിച്ചിരിക്കുന്നത്? ഇതെന്തുവാന്നാ ചോദിച്ചത്? അത് പിക്കിള്. കണ്ടേ? എന്റെ ദൈവമേ, പൂക്കള് പറിച്ചതേണ്ട കവറിന്റെ അകത്തിട്ടോ നടക്കുന്നു. അമ്മ അച്ചാറ്, പിക്കിളെന്ന് പറഞ്ഞ അച്ചാറ്. പിക്കിളെന്ന് പറഞ്ഞ അച്ചാറാന്നോ? ഈ അച്ചാർ എവിടുന്ന് കിട്ടി നിനക്ക്? അതിലെ രഘു വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അവിടെ പോയി ഇങ്ങെടുത്തോണ്ട് വന്നേ. അവന്മാരിനിയും വെള്ളം അടിക്കാൻ നേരത്തെ ടച്ചിങ്ങിന് എന്തോ ചെയ്യും? ഞാൻ വീട്ടിൽ വെളിയിൽ ഇറങ്ങി പോകത്തില്ല. വീട്ടിന് വെളിയിൽ പോകത്തില്ലയോ? നീ ഗൾഫിന് പോകുന്നില്ലയോ? അപ്പം എന്നാ പോകണം. വീട്ടിലിരിക്കരുത്. ഇല്ലാതെ ഒരു ബെക്കടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വാക്കുള്ളവർക്കറിയാം. ഞാൻ അടിക്കുമെന്നാന്നോ പറഞ്ഞത്? നമ്മൾ കണ്ടിട്ടില്ലേ മോനെ? അത് ഉടനെ അമ്മ അടിക്കുമെന്നാന്നോ ഉടനെ അതിന്റെ അർത്ഥം? പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഇത് പിടിച്ചേ, ഇതങ്ങോട്ട് പിടി. അമ്പിളിയുമായിട്ടുള്ള സംഭവങ്ങൾ മാറ്റി വെച്ചൊരു മോനെ, അത് നമുക്ക് വേണ്ട. പാവം പിടിച്ച കൊച്ചമ്മ. പാവം പിടിച്ച കൊച്ചു എവിടെയാണാ പാവം പിടിച്ച കൊച്ചിരിക്കുന്നത്? പാവം പിടിച്ച കൊച്ചിന് അത് വേണ്ട. ബാക്കിയുള്ള തുണി ഞാനിത് വരുമ്പോഴത്തേന് ബാക്കിയുള്ള തുണിയെല്ലാം കൂടെ അലക്കി വെച്ചോണം. അല്ലാതെ ഇവിടെ ഇരുന്നോണ്ട് അമ്പിളിയെ ഓർത്ത് അയ വെട്ടാമെന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഇല്ല, വരണ്ടായിരുന്നു ഗൾഫീന്ന് വരണ്ടാന്നോ? എന്റെ ദൈവമേ, അറബി അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. അയ്യോ, അതല്ല, ദൈവം വിളിച്ചാ മതിയായിരുന്ന. ദൈവമല്ല, അറബി വിളിച്ചാ മതിയായിരുന്നു. നാളെ നിന്നെ ഞാൻ കയറ്റി വിടും. പിന്നെ വേറെ മോനെ ഒരു കാര്യം, അറബിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, നിന്നെ അന്ന് ഗൾഫിന് വിട്ടില്ലേ ഒരു സാമി? നിന്റെ പാസ്പോർട്ട് കത്തിക്കാൻ കൂട്ടു നിന്നില്ലയോ? ആ സാമി ഇന്നലെ ചോദിച്ചു നീ വന്നോന്ന് ചോദിച്ചു. സാമി ചാകുമോ? ഇനിയും കിടക്കുന്ന ഒരുപാട് പാസ്പോർട്ട് കത്തിക്കാൻ. വേറൊരു കാര്യം, ആ സാമിക്ക് നീ എന്തോ കൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് വാടാന്ന് അമ്മ എപ്പോഴും വിളിച്ചു പറഞ്ഞു. ഞാൻ ടീഷർട്ട് കൊണ്ടുവന്നു സാമിക്ക്. ഒറ്റ ഒരു ടീഷർട്ട്. വേറെ സാധനം കൊണ്ടുവന്നു. എന്താ? കത്തർ കർപ്പൂരം. ഇനി കത്തിക്കട്ടെ. കത്തർ കർപ്പൂരോ? വീട് കത്തിക്കാനോ? കത്തിക്കട്ടെ, പുള്ളിയുടെ ആഗ്രഹം ഇല്ലായിരുന്നു. എന്തിനാടാ ഇങ്ങനെ? ദൈവമേ, ഇത് എന്റെ വയറ്റിൽ തന്നെ വന്ന പേരല്ലോ. അമ്മ പോയി തുണി കൊണ്ടിട്ട് പോ. ഞാൻ പോയി തുണി പിരിച്ചിട്ടിട്ട് വരാം. മോനെ, ഇത് ബാക്കിയുള്ളതെല്ലാം അറിയിച്ചിടണേ. ഞാൻ ചെരുപ്പ് കഴുകിട്ട്. ചെരുപ്പ് കഴുകിയിട്ട് ഒന്നപ്പോ മോല് ഇത് തന്നെ ഒരു എന്തോ അമ്മയുണ്ട് കൂടെ. അമ്മയാണെന്ന് പറഞ്ഞ ഒക്കത്തില്ല. ഞാൻ സിനിമാറ്റിക് ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇനി നീ വീട്ടിൽ കയറാക്കത്തില്ല, അവൻ്റെ കൂടെ പൊക്കോളെ. ആരുടെ കൂടെ? നിന്റെ കൂടെ. എന്റെ അമ്മയുണ്ട് കൂടെ.
അമ്മയ്ക്ക് വിഷയമില്ല അച്ഛൻ ഞാൻ വരും. അമ്മ കൊല്ലുവനെ ഇപ്പോഴും നിന്റെ കാര്യം അമ്മ പറഞ്ഞു കൊല്ലത്തില്ല. അമ്മ ഇവിടെ ഉണ്ട് നിന്നെ കൊല്ലൂന്നാ പറഞ്ഞത്. ഇല്ല എനിക്കത് വിഷയമില്ല. ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോ പിന്നെ എന്തുവാ പറഞ്ഞേ, നമുക്കൊരു ഒരുമിച്ച് ജീവിക്കാനും ഇന്ന് വേണേ ചാകാനും റെഡിയാന്ന് പറഞ്ഞതോ. അത് ഇന്നലെ ആവേശം അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ടോ ആവശ്യമൊക്കെ ഇങ്ങനെയാണോ കാണിക്കുന്നത്? വീട് കളഞ്ഞ ഞാൻ ഇറങ്ങി വന്നറിയാവോ, എന്നെ വീട്ടിൽ കയറ്റത്തില്ല. അമ്മ ഇപ്പം വരുത്തില്ല. ചന്ദനച്ചോലയിൽ മുങ്ങി കുളിക്കുമ്പോ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ലെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ഒരു കാര്യവും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവേടാ അമ്മയ്ക്ക് ഗൾഫിൽ പോകണ്ട. ഞാൻ പെട്ടെന്ന് തുണി കഴിച്ചിട്ട് വരാം. അമ്മയ്ക്ക് ഗൾഫിൽ പോണ്ട. മര്യാദയ്ക്ക് നീ അല്ലയോ ഗൾഫിൽ പോകാനിരിക്കുന്നത്? വെള്ളത്തിൽ പാമ്പുണ്ട് അമ്മ. വെള്ളത്തിൽ പാമ്പുണ്ട്. എന്തോ പറ്റിയടാ നിനക്ക്? ഉറുമ്പല്ലോ എന്തായാലും കണ്ടു പേടിച്ചോ മോനെ ഇതുവഴി? ഇല്ല. പിന്നെ എന്തിനു കിടന്നുണ്ട്? അരി അടപ്പേ കിടക്കുന്ന അമ്മ വീട്ടിൽ പോയി അരി അടുപ്പേ കിടക്കുന്നെങ്കിൽ അത് ഞാൻ അരി അവിടെ മൂത്ത് വെച്ചിട്ടാ വന്നേക്കുന്നത്. വേറെ ഇങ്ങോട്ട് മാറാം. വെള്ളം കൊള്ളത്തില്ലമ്മ. നിനക്ക് ചൊറിഞ്ഞു വരുന്ന വെള്ളം കാണുമ്പോ അല്ല ഫാക്ടറി വിഷം കലക്കി വിടുന്നു. എടാ നീ എന്തുവാടാ? നിനക്ക് എന്തോ പറ്റി? അമ്മ ആഹാ അമ്മ കുമ്മാന്ന് എന്നെ വിളിക്കരുത്. മാറങ്ങോട്ട് നോക്കി നിൽക്കാതെ ആ തുണിയെല്ലാം കൊണ്ടൊന്ന് പറക്കിയിടാൻ. ആദ്യമായിട്ട് കാണുവാൻ ജലദേവത ദേവി. ഞാൻ ആദ്യമായിട്ട് കാണുവാ ഇങ്ങനെ. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കഥയിലും കണ്ടു. എന്തെങ്കിലും വേണോ? കോടാലി വേണമായിരുന്നു. കോടാലി തൈലം വേണോ? കോടാലി തൈലം വേണ്ട, കോടാലി മതി. കോടാലി ഞാൻ അങ്ങനെ ലോഡ് വന്നോണ്ടോന്ന് അറിയത്തില്ല. ഞാനിത് രാമുവിനാ കൊടുക്കുന്നത്. രാമുവിന്റെ കുറച്ച് കൊടുത്ത് കോടാലി തീർന്നു. ഈ രാമു യൂണിയനിലുണ്ട്. അപ്പൊ അവന്മാർക്കും വേണം പോലും. അത് തന്നെയല്ല, നിങ്ങൾക്ക് കോടാലി വേണമെങ്കിൽ രാമുവിന്റെ മേടിച്ചോ. എന്തിനെ പുറകെ നടക്കുക ദേവി? എന്തുവാ മാതാശ്രീ പറയൂ. മാതാവേ ഞാൻ ചോദിക്കട്ടെ, എന്റെ മോന്റെ കല്യാണം നടക്കുന്നില്ല ദേവി. നടക്കുന്നില്ലയോ? ആ അവിടെ നീ മോന് ഒരു കല്യാണാലോചന എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എന്റെ കൈ കഴിക്കുന്നു. ദേവി അതൊന്ന് സെറ്റപ്പാക്കി തരാം. ഞാൻ അത് അങ്ങനെ ഉണ്ടല്ലേ, ഞങ്ങൾ ആ ജലദേവതയോട് ഞാനൊന്ന് പാടി ചോദിക്കാം. ചോദിക്കാം. അമ്പിളിയുടെ മോള് മിണ്ടായി തള്ളേ മോനും. തള്ള അമ്മ. തള്ള അല്ല. കര കാണാ കടലല മേലേ മുഖപ്പുങ്കുരുവി പറന്നേ. മോനെവിടാ? ഗൾഫിലായിരുന്നു. അറബി പൊന്നാണ്യം ആകാശത്തെ ഇങ്ങോട്ടേക്കേ. ഈ മരുമകൻ കെട്ടുന്ന പെണ്ണിന്റെ തള്ളയുടെ പേരെന്തുവാ? അമ്പിളി. ആകാശത്തമ്പിളി വന്നേ ഈണം പാടിവാ തീരം ഇതങ്ങനെ അതെക്കട്ടെ. അയ്യോ അതെങ്ങനെയാ? അത് വേണ്ട, അമ്പിളിയുടെ ബന്ധം വേണ്ട. അമ്പിളിക്ക് അവിടെ എന്താണ് കുഴപ്പം? അമ്പിളിയുടെ അവരുടെ കുടുംബം കൊള്ളത്തില്ല. ഇതുപോലെ ഞാൻ പറയുമല്ല, ദേവിയോട് ഞാൻ പറയും. ഒരു കുടുംബ മഹിമയില്ല. അമ്മ നല്ല അന്ന് ജയിലിൽ കിടക്കുക. അയ്യോ അല്ല, അമ്പിളി എന്ന് പറയുന്നവരെ പറയണ്ട. തൊഴിലുറപ്പിനകത്തുനിന്ന് പെണ്ണുങ്ങളെ എല്ലാം കടം വാങ്ങിച്ചിരിക്കുക. തള്ള അതിര് കടക്കുന്നു. അമ്മ തള്ളേ വെള്ളത്തിൽ നിന്നുള്ള തള്ള് അതിര് കിടക്കും. അങ്ങനെ എന്തെങ്കിലും നല്ല വരം തന്നു കഴിഞ്ഞാല് തരാം. ഞാൻ ഈ കടലിൽ ജലത്തിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴേ തോട് വഴി വരുന്നത്. പിന്നെ നിങ്ങളെ കണ്ടു, നിങ്ങളെ ഭാഗ്യം എന്ന് പറഞ്ഞോട്ടെ. അയ്യോ ദേവി, ഒരു കാര്യം ചെയ്യും. എന്റെ കാല് കിടക്കുന്നു, ഞാൻ അടുത്തട്ട് വരെ ഒന്ന് പോട്ടെ. അടുത്തിട്ട് പോയിട്ട് വന്നാലും ദേവി, പോയിട്ട് വന്നാലും ഇപ്പൊ പോയിട്ട് വരാം. ദേവി പറഞ്ഞ കേട്ടോ? ദേവി പറഞ്ഞ ജലജ കെട്ടാൻ ജലജയുടെ ബന്ധം വേണ്ടെന്നാ ദേവി. ദേവി അങ്ങനെ പറഞ്ഞാലോ? ജലജ കെട്ടാൻ പറഞ്ഞാലോ? ദേവി പോയില്ലായിരുന്നു. പ്രശ്നം എനിക്ക് പറ്റുന്നില്ല. അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യും, ഈ കല്യാണത്തിന്റെ കാര്യം ദേവി എങ്ങനെയെങ്കിലും ഈ മകനോട് പറഞ്ഞൊന്ന് തീരുമാനിക്കണം. നല്ല കല്യാണങ്ങൾ. എനിക്ക് മകനോട് സംസാരിക്കണം. അയ്യോ തീർച്ചയായിട്ടും ദേവി, സംസാരിച്ചിട്ട് വരാം. ഒരു കാര്യം ചെയ്യും, അപ്പുറത്ത് പോയി പ്രാർത്ഥിക്കൂ. ഞാൻ പോയി പ്രാർത്ഥിക്കും. എനിക്ക് വെച്ചിട്ടുണ്ട്. പോകാമെന്ന് ഞാൻ പറഞ്ഞാന്നോ? തള്ള കൊല്ലും നമ്മൾ എവിടെ പോയാലും. ഒരു കുന്തം ചെയ്യത്തില്ല. ഞാൻ ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. നിനക്ക് ധൈര്യപ്പെട്ട് എന്റെ കൂടെ പോര്, എന്റെ കൂടെ പോര്. ഒരു നീ പറഞ്ഞ് വിശന്നിട്ട് വയ്യെന്ന് എനിക്ക്. അമ്മേ ദേവി. എന്തോ ദേവി? ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കഴിഞ്ഞോ? എന്തുവാ ദേവി? അവിടുന്ന് ഞാൻ വിശന്നിരിക്കുവാണെന്ന് അവിടുന്ന് എങ്ങനെ അരുളി തന്നാലും കഴിച്ചാലും മാതാ കണ്ടോ വിശന്ന് ഊപ്പാട് വരും. അമ്മ എന്തോ മാതാശ്രീ പറഞ്ഞോളൂ. ഈ മകന്റെ കല്യാണം എങ്ങനെ നടക്കും? ഒരു കാര്യം ചെയ്യോ,
ഞാനൊരു ഒരു നിസ്സാര പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം. പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം. ഈ ദേവിയുടെ കൂടെ വിടാൻ താല്പര്യമുണ്ട്. ദേവിയുടെ കൂടെ. എന്റെ മോനെ, ഈ നദിയിൽ വസിക്കുന്ന ദേവി പറഞ്ഞു കേട്ടോ, കൈ കിടക്കുന്നു. ആ ദേവി നിന്റെ ഭാര്യയായിട്ട് വരാമെന്ന്. ആണോ? എന്തിനു പോകും? അവിടെ പോവാ കിടന്ന് ചാടുന്നത്. നീന്തറിയാമോ കിടന്ന് ചാടാൻ? ദേവിയുടെ കൂടെ ഇല്ലയോ? തോളി എടുത്തുകൊണ്ട് പോയിക്കോളൂ. എന്റെ കൂടെ വരട്ടെ, അടി പോയി കക്കയൊക്കെ വരാമല്ലോ. അറിയാമോ? ഇല്ല. അങ്ങനെങ്കിലും നിന്റെ ശരീരം എന്നാനും കേട്ടെ. എന്താ പറയാ അമ്മേ ഇത്? കക്ക വാരുന്നെങ്കിൽ എടാ, ഒരു കാര്യം എന്നോട് ഞാൻ പറയാം. ഈ ദേവിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്ക ഞാൻ പറയുന്നത്, നിനക്ക് മീനിന് മീന്, കൊഞ്ചിന് കൊഞ്ച്, കക്കാങ്കി കക്കാവുന്നു, കക്കയ്ക്ക് കക്ക, ഇതെല്ലാം പോട്ടെ. നീലത്തിമംഗലം നിന്റെ അളിയനാന്ന് പറയുന്നത് 4 പേരുടെ ഡോൾഫിൻ നമ്മുടെ ബന്ധുവാകുന്ന കുഴപ്പമുണ്ടോ? ഡോൾഫിന് നിന്റെ ഉപ്പാപ്പൻ. ഡോൾഫിന്റെ കാര്യം അത് എടുത്തു ചാട്ടമുള്ള കാര്യം, നമുക്ക് അത് വേണ്ട. നമുക്കുള്ളതല്ല കേട്ടോ. ഇതെങ്ങനെയാലും ഒന്ന് ഉറപ്പിക്ക്, സെറ്റപ്പാക്ക്. എന്താ തീരുമാനിച്ചു ദേവി? ദേവി ഞാനാ. ഞാൻ എല്ലാം മകനോട് പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും. ജലജ സമ്മതിച്ചു. ജലജയോ? ജലദേവ സമ്മതിച്ചു. ദേവത സമ്മതിച്ചു. ദേവതേ, സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ എന്നാ പയ്യനെ കൊണ്ട് പോട്ടെ. ജലത്തിനടി പോയാലും. പക്ഷേ വേറൊരു കാര്യം, എന്താ ജലത്തിനടി പോകുമ്പോൾ ഈ അമ്മയും നിങ്ങളുടെ കൂടെ വരും. ഒരു പരിപാടി ചെയ്യാം. നടുക്ക് എന്നിട്ടേ ഞാൻ തള്ളയുടെ കൈ പിടിക്കും. എടുത്തങ്ങ് ചാടണം. ഞാൻ സമയത്ത് ഞാൻ അങ്ങ് വിടും. ഞാൻ 1 2 3 എന്ന് പറയുമ്പോ ഒരുമിച്ച് അടിക്കണം. മാതാവേ, പഴം തിന്ന് കഴിഞ്ഞില്ലേ? വരൂ, നമുക്കന്ന് ഒരുമിച്ച് ചാടാം. ഒരുമിച്ച് ചാടാൻ ദേവി. ഈ അമ്മ ഇതിന് തയ്യാറാ. എന്റെ മോനെ, എനിക്ക് വേണ്ട ഇനി ഇവിടത്തെ ഒറ്റയ്ക്കുള്ള ജീവിതം. റെഡിയാണോ മോനെ? ഞാൻ റെഡി. വാ 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 വാ. പതുക്കെ കയറേ, നല്ല ആഴമുള്ള കടലായത്. റെഡി 1 2 3. ഇനി നമുക്ക് കരയിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം. കല്ലൊഴുക്കിനകത്താ. ഓക്കെ ഓക്കെ ജലദേവ.